സോ ഞാൻ ഇതിന്റെ കൂടെ ഗൈസ് എനിക്ക് വേറൊരു ചെറിയ അനൗൺസ്മെന്റും കൂടി ഉണ്ട്. സോ ഈ ഒരു അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കേൾക്കാലോ, ക്ലിയർ ആയിട്ട് കേൾക്കാലോ. സോ നമ്മള് TV ആക്ച്വലി ഇപ്പൊ ഇവിടെ RP മാത്രമായിട്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കൂട്ടമായിരുന്നു ഇത്രയും നാള്. സോ ഇന്ന് എനിക്ക് ആ ഒരു കാര്യം കൂടെ ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാണ്. സോ നമ്മള് നമ്മുടേതായിട്ടുള്ള ഒരു കുറച്ച് റോസ്റ്റേഴ്സ് കൊണ്ടുവരാൻ പോകുന്നു. വാലോറന്റ് ആയിക്കോട്ടെ, BGMI ആയിക്കോട്ടെ, ഇതിലെല്ലാം ഇനി TVക്ക് ലൈനപ്സ് ഉണ്ടാവും. സോ അതും കൂടി ഞാൻ അനൗൺസ് ചെയ്യാണ്. ആൻഡ് ഇതൊരു ഓർഗനൈസേഷൻ പോലെ ആക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ നമ്മൾ നിങ്ങളുടെ മറ്റേ ഫിനാൻഷ്യൽ അങ്ങനത്തെ ഡീലിങ്സും കാര്യങ്ങളും ഒന്നും കറൻ്റ്ലി എന്തായാലും എടുത്തു വെക്കുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ മെന്നി അത് എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും നല്ല ബ്രാൻഡ് ഡീൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മെന്നി നോക്കിക്കോളും. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ അകത്ത് ഈ ഇങ്ങനത്തെ ഗെയിംസ് കളിക്കണ എല്ലാവർക്കും വേണ്ടിയിട്ടൊരു വാല ലൈനപ്പും ഒരു BGMI ലൈനപ്പും ഞാൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഒരു മെയിൻ ഒഫീഷ്യൽ ഒരു വാല ലൈനപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്കൊരു BGMI ലൈനപ്പും ഉണ്ടാവും. സോ നല്ല ടീംസിനെ ഇങ്ങനെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഇതിനകത്താണെങ്കിലും നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ആൾക്കാരിലും നമ്മുടെ സിറ്റിയിലും കറൻ്റ്ലി TVക്കകത്ത് കളിക്കുന്നതിൽ ഇമ്മോർട്ടൽസ് കുറേ പേരുണ്ട്. സോ അവർക്കൊക്കെ കോമ്പറ്റീറ്റീവ് കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ നേരത്തെ പറയണം. നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെ അകത്ത് ആർക്കാണെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് പറയണം. അപ്പോൾ അതും കൂടി നമ്മൾ സെറ്റാക്കുന്നുണ്ട്. സോ അതും കൂടെ ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും. പിന്നല്ല, നിന്നെ 4ാമത്തെ ലൈനപ്പിൽ IG-ലാക്കുന്നുണ്ട് കേട്ടോ മന്ദാര. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും, പുതിയ ആൾക്കാർക്കെല്ലാം വെൽക്കം ടു TVA. സിറ്റിയിൽ ഉണ്ടാവണം, ആക്റ്റീവ് ആയിരിക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ തൊട്ട് ഇനി തൊട്ട് സെറ്റ് ആകാനുണ്ട്. ആൻഡ് ഇപ്പോഴും നമ്മുടെ കൗണ്ട് എത്തിയിട്ടില്ല, 15 ആക്റ്റീവ് 15ലോട്ട് എത്തിയിട്ടില്ല കൗണ്ട് ഒന്നും. അത് നമുക്ക് കൊണ്ടുവരണം എന്തായാലും. അപ്പോൾ ബാക്കിയുള്ളവരോട് കറൻ്റ്ലി ആക്റ്റീവ് ആയതിനു ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയ മെമ്പേഴ്സിനെ. ആൻഡ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത് ആരെയും റീപ്ലേസ്മെൻറ്റ്സ് അല്ല. അത് ലോകത്ത് ആർക്കും എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ ആർക്കും ആരെയും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ ഏത് മണ്ടനാണേലും പൊട്ടനാണേലും നല്ല ആളാണേലും ഇതാണേലും എന്താണേലും ഒരാൾക്ക് പകരം വേറൊരാളെന്നുള്ള രീതിയിൽ എന്ത് സ്കീമെന്നുള്ള രീതിയിൽ എന്തായാലും ഇല്ല. സിറ്റി കത്തിയടാ. അതെന്തായാലും അങ്ങനെ ഒരു സാധനം ഇല്ല. റീപ്ലേസ്മെൻറ്റ്സ് അല്ല ആർക്കും ഉള്ള. നമ്മുടെ ബേസിക് സർവൈവലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യണത്. അല്ലാതെ ആർക്കും ആരുടെയും റീപ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ഇതാണ് പുതിയ മെമ്പേഴ്സ്. ആൻഡ് ഇനിയും മെമ്പേഴ്സ് ഉണ്ടാവും. സോ ഞാനൊരു ബേസിക് 15 ആക്കണത് വരെ ഞാൻ അത്രയ്ക്ക് വലുതായിട്ട് സോർട്ട് ചെയ്തിട്ടില്ല. സോ ഇല്ല, പപ്പടത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഇതായിട്ടില്ല ബ്രോ. സത്യമായിട്ട് പപ്പടത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഇതായിട്ടില്ല. അതുകൊണ്ട് പപ്പടത്തിൻ്റെ കാര്യം സ്പാം ചെയ്യേണ്ട. അത് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പപ്പടത്തിൻ്റെ കാര്യം. പപ്പടം ഇപ്പോഴേ ഇല്ല കറൻ്റ്ലി. എന്തായാലും അത് ഞാൻ ഓൾറെഡി പറയണതാണ്. സോ നമ്മൾ ഇനി അങ്ങോട്ടും കുറച്ച് PvP റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പോൾ ഇത്രയും പേരാണ് കറൻ്റ്ലി ഉള്ള റിക്രൂട്ട്മെൻറ്റ്സ് എന്ന് പറയണത്. ആൻഡ് ഇത്രേ ഉള്ളൂ. വേറെ ആരും വോട്ടക്സ് ആണ് ഗ്രൂപ്പ് അല്ലല്ല. അപ്പോൾ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഭയങ്കര ഇനാക്ടിവിറ്റിയും കാര്യങ്ങളുമാണ്. എനിക്ക് ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഗൈസ്, സിറ്റിയിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാളെ റിക്രൂട്ട് ചെയ്ത് വിളിച്ചുകൊണ്ട് വന്നിട്ട് കുത്തിയിരുന്ന് കളിപ്പിക്കാനുള്ളൊരു ഇതിലല്ല ഞാനിപ്പോൾ. മനസ്സിലായോ? കുത്തിയിരുന്ന് കളിപ്പിക്കാനുള്ള ഒരു ഇതിലല്ല. സിറ്റിയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർ കളിക്കട്ടെ, അതാണ് നല്ലത്. അല്ലാതെ ഒരാൾ ഇനാക്റ്റീവ് ആയിട്ട് അല്ലെ പുറത്ത് നിൽക്കുന്ന ഒരാളെ വന്നിട്ട് എല്ലാ ദിവസവും കയറ് എന്ന് പറഞ്ഞ് ഇതാക്കാൻ പറ്റത്തില്ല കേസ്. അത് ഭയങ്കര ശോകമാണ്. അത് പ്രശ്നമാണത്. ഗാങ്ടസിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സംസാരിച്ച് സെറ്റാക്കാം. വാൾപേപ്പർ ആടാ, ഇത് ഡിഫോൾട്ട് വാൾപേപ്പർ ആടാ വരണേ. സ്റ്റീം എഞ്ചിൻ എന്തിയേ? ഇല്ല, സ്റ്റീമിൽ വാൾപേപ്പർ എഞ്ചിൻ ഞാനത് ഗെയിം ലോഡാവാൻ വേണ്ടിയിട്ട് ഇതാക്കിയത്. ഡിഫോൾട്ട് വാൾപേപ്പർ ആയിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേസ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ RP. ഇതെല്ലാം ഞാൻ ഇന്ന് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് മാത്രം കയറിയതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ നാളെ തൊട്ട് സിറ്റിയിലെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങുവാണ്. ഇനിയിപ്പോൾ സിറ്റുവേഷൻസ് കാര്യങ്ങൾ നമ്മളുള്ളവരെ വെച്ച് ഫൈറ്റ് ചെയ്യുന്നു, ഉള്ളവരെ വെച്ച് RP ചെയ്യുന്നു. അങ്ങനെ തന്നെ പോകാനാണ് തീരുമാനം. സോ അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് വേറൊന്നുമില്ല. ബാബുവിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞില്ലേ കേസ്. ബാബുവിന് ആക്ച്വലി കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ബാബുവിന് ഇപ്പോഴേ വരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ വരുന്ന സമയത്ത് അവൻ ഇടയ്ക്കെങ്ങാനും കയറി കളിക്കാമെന്നാണ് പറഞ്ഞത്.
ബാബുവിന് ഇപ്പോഴേ വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അവന് ബിസിനസ്സും ഇതോടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് രാവിലെ വെളുപ്പിന് 3 മണിക്കൊക്കെ അവിടെ എത്തണം. ഉറങ്ങാനുള്ള സമയമൊന്നും അവന് കിട്ടുന്നില്ല. അതാണ് വേറൊരു പ്രശ്നം. സജഷൻസ് മുച്ചിറി ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കിപ്പോ പിള്ളേർ സെറ്റുകളെ ഭയങ്കര കൊച്ചു പിള്ളേരെ ടി വിയിൽ എടുക്കാൻ പേടിയാണ് ഇപ്പൊ. അതായത് മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചുമാരെ എടുത്തിട്ടുള്ളതിന് ഞാൻ കുറെ കേസിൽ അനുഭവിച്ചാണ്. ഞാൻ ഓരോരുത്തരുടെ പേരൊന്നും എടുത്ത് പറയണില്ല. ഇവന്മാർക്ക് ഒരു ബേസിക് നന്ദി പോലും കാണിച്ചിട്ടില്ല. മനസ്സിലായി? എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. അതായത് ഇമ്മച്യൂരിറ്റി കൊണ്ടായിരിക്കാം. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് ഈ വളരെ പ്രായം കുറഞ്ഞ പിള്ളേരെ ഇതിനകത്തോട്ട് കൺസിഡർ ചെയ്യാൻ ഇപ്പോൾ കറൻ്റ്ലി പേടിയാണ്. അപ്പോൾ അത് ഇനിയുള്ള റിക്രൂട്ട്മെന്റ്സ് ഒക്കെ ഞാൻ പയ്യെ സോർട്ട് ചെയ്ത് ഞാൻ അനൗൺസ് ചെയ്തോളാം. ആദ്യം നമുക്കിത് എങ്ങനെ പോകുന്നുണ്ടെന്ന് നോക്കട്ടെ. എനിക്ക് മെയിനായിട്ട് ഇവന്മാരുടെ കൂടെ ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പോകണം. ഇനി ഞാൻ അങ്ങനെ വാലറിൻ്റെ സീരിയസ് വിഷ് എന്ന് പറയുന്ന സാധനം ഞാൻ നിർത്തി. ഞാൻ പകലൊക്കെ ഇനിയോണ്ട് സ്ട്രീം ഉണ്ടാവുള്ളൂ. രാത്രിയിൽ എനിക്ക് ഇവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഇനി ഇവരുടെ കൂടെ കുറച്ച് ഈ സിനർജി ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പലയിടത്തു നിന്നും കൊണ്ടുവന്ന പിള്ളേരുടെ തമ്മിലുള്ള സിനർജി ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതിന് ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവരുടെ കൂടെ വി സിയിലിരുന്ന് ഇവരെ കൊണ്ട് കുറച്ച് ഗെയിംസ് ഒക്കെ കളിപ്പിച്ച് കുറച്ച് സെർവറിലൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിച്ച് ഈ ലൈനപ്പ് ഞാൻ റീബിൽഡ് ചെയ്തെടുത്തിരിക്കും. ഇത് എൻ്റെ വാക്കാണ് കേസ്. ഞാൻ ഉറപ്പ് പറയുകയാണ്. ഞാൻ ഇത് വേറെ ഇത്ര നാൾ നോക്കി നടത്താൻ അവനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സത്യമായിട്ട് അത് മാറി എന്നൊരു കാര്യമാണ്. ഇനി ഞാൻ ഇങ്ങനെ ഏൽപ്പിക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ഇതിന് മുൻകൈ എടുത്തേ പറ്റുള്ളൂ. സോ അപ്പം ലൈനപ്പിൽ ഞാൻ തന്നെ ഇനി അങ്ങനെ ഞാൻ ലൈനപ്പിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു സാധനമില്ല. ഞാനും ഗൺ പവറും അതെല്ലാം ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ് RPയിൽ കുറച്ച് നാളത്തേക്ക്. സോ പിള്ളേരുടെ കൂടെ വേണ്ടുന്ന ടൈമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഞങ്ങൾ ഇത് ചെയ്യാൻ പോകണം കുറച്ച് ദിവസത്തേക്ക്. അപ്പം ഒരു ദിവസം ഇടവിട്ട് എല്ലാ ദിവസവും ഞാൻ RP സ്ട്രീം ഉണ്ടാവും കുറച്ച് നാളത്തേക്ക്. അത് കൊണ്ടുവരണം. എനിക്കത് ബിൽഡ് ബാക്ക് ചെയ്ത് കൊണ്ടുവരണം. എല്ലാവരും എനിക്ക് ആ ഒരു ലൈനപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈനപ്പ് എല്ലാത്തിനും കേപ്പബിൾ ആണെന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യണം ഗൈസ്. അല്ലാതെ ഞാൻ നേരെ വന്നിട്ട് ഇത് അൺസ്റ്റോപ്പബിൾ ലൈനപ്പ് ആണെന്നും ഇതൊന്നും അങ്ങനെയൊന്നും പറയണില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം എനിക്കിത് എത്ര ടൈം എടുക്കും, എത്ര ഇതാക്കും എന്നൊന്നും അറിഞ്ഞുകൂടാ. സോ ഞാൻ ഗ്യാങ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാൻ ലൈവ് അങ്ങോട്ട് നിർത്തുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിച്ചിട്ട് പോകണം. ഞാൻ ആരെങ്കിലും ലൈവ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ മെന്നിയുടെയോ ജോക്കിയോ ആരെങ്കിലും ലൈവ് വരുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ലൈവ് വരാം ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. അപ്പം ഞാൻ ഗ്യാങ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സൈറസ് വാലറും താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യണം.